ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കൂരിയ പിരിച്ചുവിടില്ല, പുനഃസംഘടിപ്പിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവിന്റെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട എല്ലാവരെയും അറിവിലേക്കായി നൽകുന്നത് എന്ന വാചകത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഫാദർ ജോഷി പുതുവ ഇന്നലെ 23/1/2025 നമ്മെ രേഖാമൂലം അറിയിച്ചിരിക്കുന്ന സംഗതികളിൽ ഒന്ന് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഞാൻ വായിക്കുകയാണ്. കൂരിയ ഉൾപ്പെടെ കാനോനിക സമിതികളെ പുനഃസംഘടന സമയബന്ധിതമായി നടത്തും എന്ന പിതാവിൻ്റെ അറിയിപ്പ് തെറ്റിദ്ധാരണയ്ക്കിടയാക്കും വിധം ചിലർ ഉപയോഗിച്ചിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പിന്റെ സുചിന്തിതമായ സമ്മതം ആവശ്യമുള്ള ഇത്തരം കാര്യങ്ങളിൽ ഉചിതമായ വേദികളിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അറിയിക്കുന്നതാണ്. ആ വാചകം നമുക്ക് ഒന്നുകൂടി കേൾക്കണം. കൂരിയ ഉൾപ്പെടെ കാനോനിക സമിതികളുടെ പുനഃസംഘടന സമയബന്ധിതമായി നടത്തും എന്നാണ് പാംബ്ലാനി പിതാവ് പറഞ്ഞത്. അത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുന്ന തരത്തിൽ ചിലർ ഉപയോഗിച്ചിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പുമായി വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഓരോരുത്തരും വന്ന് മീഡിയയുടെ മുമ്പിൽ വന്ന് പറയേണ്ട കാര്യമില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്, ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. പാംബ്ലാനി പിതാവ് നിർദ്ദേശിച്ചതനുസരിച്ച് ജോഷി പുതുവച്ചൻ കൂരിയായെ മാറ്റി മറിക്കും, പിരിച്ചുവിടും. പാംബ്ലാനി പിതാവ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള വീരവാദങ്ങൾ പൊള്ളയാണ്, പൊളിയാണ്, നുണയാണ്. 428 വൈദികരെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കൂരിയായ മാറ്റണമെന്ന്. അതുകൊണ്ട് മാറ്റിയില്ലെങ്കിൽ തീ ആളിക്കത്തുമെന്നൊക്കെ പറഞ്ഞ് ഏകൻ ന്യൂസിൽ വലിയ വാർത്തകളൊക്കെ ഉണ്ട് ഇല്ലേ. മൗണ്ട് തോമസ് ചതിച്ചു, പാംബ്ലാനി പിതാവ് ചതിച്ചു, ഇങ്ങനെയുള്ള വലിയ വലിയ വീരവാദങ്ങളൊക്കെ ഏകൻ ന്യൂസിൽ എഴുതി വിടുന്നുണ്ട്. 428 അല്ല, 4200 വൈദികർ ഒപ്പിട്ടാലും 42,000 പേര് ഒപ്പിട്ടാലും ഒരു കാര്യമില്ല. വത്തിക്കാൻ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നതാണ് ഇക്കാര്യം. അതായത് സഭയുടെ കുർബാന നടപ്പാക്കാൻ ഏറ്റവും ശക്തമായ നിലപാട് എടുക്കുന്ന ഇപ്പോഴത്തെ കൂരിയായ മാറ്റാൻ പറ്റില്ല. മാറ്റിയാൽ വത്തിക്കാൻ അത് വളരെ ഗൗരവത്തോടെ കാണും. തീർച്ചയായിട്ടും അതിൽ 3 പേരെ കൂടി ഉൾപ്പെടുത്താനുണ്ട്. കൂരിയ പൂർണ്ണമായിട്ടുമായിട്ടില്ല എങ്കിൽ ആ 3 പേര് ഉൾപ്പെടുത്തിയാൽ കൂരിയ പൂർണ്ണമാകൂ. തീർച്ചയായിട്ടും അത് ചെയ്യും. അതാണ് പുനഃസംഘടന എന്ന് പറയുന്നത്. അത് സഭയുടെ കുർബാന നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകുന്നവരെ ആയിരിക്കും അതിൽ ഉൾപ്പെടുത്തുക. അതിനാൽ ഈ 428 വൈദികർക്ക് അവർ ഒപ്പിട്ട് കൊടുത്തതിനാൽ അവർക്ക് കീഴടങ്ങി മെത്രാപ്പോലിത്ത സ്ഥാനവും മെത്രാൻ സ്ഥാനവും ഒക്കെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനമൊക്കെ രാജിവെക്കാനായിട്ട് തയ്യാറാകുമോ തട്ടിൽ പിതാവും പാംബ്ലാനി പിതാവും? ഒരിക്കലുമില്ല. മറിച്ച് മാർപ്പാപ്പയ്ക്ക് വിധേയപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കി സഭയിൽ നിൽക്കുക മാത്രമല്ല, സഭയെ, സീറോ മലബാർ സഭയെ അതിൻ്റെ ഏറ്റവും തേജസ്സിലേക്ക് ഉയർത്താനായിട്ട് അവർ ഉപകരണങ്ങളാകും. അങ്ങനെയാണ് സഭാ നേതൃത്വം മുമ്പിലുള്ള ഈ ചോയ്സ് എന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ 428 വിമത വൈദ്യർ കീഴടങ്ങി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനവും മെത്രാപ്പോലിത്ത സ്ഥാനവും ഒക്കെ രാജിവെച്ച് പോകേണ്ടവരാണോ തട്ടിൽ പിതാവും പാംബ്ലാനി പിതാവും? തീർച്ചയായിട്ടും അല്ല. കർത്താവിൻ്റെ ഹിതപ്രകാരം മാർപ്പാപ്പയ്ക്ക് വിധേയപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കി സഭയിൽ നിൽക്കുക തന്നെയാണ് അവർ ചെയ്യുക. ആ ചോയ്സാണ് അവരുടെ മുമ്പിലുള്ളത്, അതാണ് അവർ ചെയ്യുക. നമ്മൾ പല പ്രാവശ്യം ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്, അവർക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. ഈ കാനോനിക സമിതികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ മുൻപത്തെ ഒരു ഡോക്യുമെൻ്റ് വായിക്കാം. 2024 ജൂലൈ മാസം 1-ാം തീയതി കാക്കനാട് മൗണ്ട് തോമസിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയർപ്പണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തവരും അവർ അംഗീകരിച്ച വിശദീകരണ കുറിപ്പിന്റെ പൂർണ്ണ രൂപവും പങ്കെടുത്തവർ ഇല്ലേ, ജോസഫ് പാംബ്ലാനി, ബിഷപ്പ് ബോസ്കോ പുത്തൂർ, അങ്ങനെ മറ്റു കുറേ അച്ഛന്മാരുടെ പേരുകളൊക്കെ ഉണ്ട്. ഒപ്പുണ്ട്. അതെല്ലാം ഇവിടെയുണ്ട്. ആ രേഖയാണ് ഈ കാണുന്നത്. ആ പാംബ്ലാനി പിതാവിൻ്റെയും ബോസ്കോ പിതാവിൻ്റെ ഒപ്പും അതുപോലെ തന്നെ മറ്റു അച്ഛന്മാരുടെ ഒപ്പുകളൊക്കെ ഉണ്ട്. അതിൽ പങ്കെടുത്തവരുടെ ഒപ്പൊക്കെ ഉണ്ട്. നമുക്കതറിയാവുന്ന രേഖയാണ്. ഞാൻ എങ്കിലൊന്ന് വായിക്കുക. അതിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫറ്റ് തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവും ചേർന്ന് 2024 ജൂൺ 9 നൽകിയ സർക്കുലറിനെ 4/2024 തുടർന്ന് 2024 ജൂൺ 20 നൽകിയ സിനഡാനന്തര അറിയിപ്പിലെ റഫറൻസ് നമ്പർ 5/2024 നമ്പർ 2 നിർദ്ദേശത്തിന് നൽകുന്ന വിശദീകരണം. 1. 2024 ജൂലൈ മുതൽ
ജൂലൈ 3 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കേണ്ടതാണ്. 2. ഇപ്രകാരം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കുന്ന ദേവാലയങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള രീതി തുടരാവുന്നതാണ്. ഇക്കാര്യത്തിൽ സിനഡ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതിരൂപതയിൽ കാനോനിക സമിതികളുമായി ആലോചന സമിതി, പ്രിൻസിപ്പൽ കൗൺസിൽ, പാസ്റ്റർ കൗൺസിൽ ചർച്ച നടത്തുന്നതാണ്. ഏറ്റവും അവസാനം പറയുന്ന ഇനിയുള്ള കാര്യമാണ് പ്രധാനപ്പെട്ടത്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അതിരൂപത മുഴുവനിലും നടപ്പിലാക്കുന്നതിനനുസൃതമായി അതിരൂപതയിൽ എല്ലാ കാനോനിക സമിതികളുടെ രൂപീകരണവും അതിരൂപതയിൽ ഡീക്കന്മാരെ തിരുപ്പട്ടവും പരിശുദ്ധ സിംഹാസനത്തിന് അനുവാദത്തോടെ നടത്തുന്നതാണ്. ആ വാചകം ഒന്നുകൂടി കേട്ടേക്ക്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അതിരൂപത മുഴുവനിലും നടപ്പിലാക്കുന്നതിനനുസൃതമായി അതിരൂപതയിലെ എല്ലാ കാനോനിക സമിതികളുടെ രൂപീകരണം നടക്കും. അതായത് സഭയുടെ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതിനനുസൃതമായിട്ടേ കാനോനിക സമിതികളുടെ രൂപീകരണം നടക്കുമെന്ന് അന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വിമത വൈദികർ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനനുസൃതമായിട്ടാണ് കാനോനിക സമിതികളും മറ്റും രൂപീകരിക്കുക. നടപ്പിലാക്കിയിട്ടില്ലല്ലോ. 2024 ജൂലൈ 3 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഷെഡ്യൂൾഡ് സമയത്ത് ഒരു കുർബാന, ഏകീകൃത കുർബാന ചൊല്ലിയിട്ടുണ്ടോ? അപ്പോൾ അത് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ ആ തീരുമാനം തന്നെ റദ്ദായിപ്പോയി. നിങ്ങൾ പാലിച്ചിട്ടില്ല. പാലിച്ചാലല്ലേ കാനോനിക സമിതികൾ നടപ്പാക്കണ്ടോ? ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? 2024 ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന ചൊല്ലുകയായിരുന്നു വേണ്ടിയിരുന്നത്. അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. കാനോനിക സമിതികൾ രൂപീകരിക്കുന്ന എപ്പോഴാണ്? ഈ പറഞ്ഞ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനനുസൃതമായിട്ടാണ്. ഇത് നിങ്ങൾ സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സമ്മതത്തിന് നിങ്ങൾ പുറകോട്ട് പോയി, ഒപ്പിട്ട് കൊടുത്തലിന് പുറകോട്ട് പോയി. മാത്രമല്ല, അതിരൂപതയിലെ ഡീക്കന്മാരുടെ തിരുപ്പട്ടവും പരിശുദ്ധ സിംഹാസനത്തിന് അനുവാദത്തോടെ എന്നാണ്. ഈ പറഞ്ഞ കാനോനിക സമിതികളുടെ രൂപീകരണവും പരിശുദ്ധ സിംഹാസനത്തിന് അനുവാദത്തോടെ. പരിശുദ്ധ സിംഹാസനം എങ്ങനെയാണ് അനുവാദം കൊടുത്തത്? തിരുപ്പട്ടം സ്വീകരിക്കാൻ ഡീക്കന്മാർക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കുക. ലംഘിച്ചാൽ സസ്പെൻഷൻ, ഡിസ്മിസൽ, വൈദിക വൃത്തിയിൽ നിന്ന് പുറത്തു പോകുക. ഈ 14 കൊല്ലം പഠിച്ചത് 1 കൊല്ലം കൊണ്ട് അവസാനിപ്പിക്കാം, വീട്ടിൽ പോയിരിക്കാം. ഇതാണ് പരിശുദ്ധ സിംഹാസനം പറഞ്ഞത്. അത് മനസ്സിലാക്കാണ്ട് പിന്നെ സമരത്തിന് പോയിരിക്കുകയാണ് ഈ കൊച്ചന്മാർ. അവരുടെ ഭാവിയാണ് കളയണേ. ഒരു തളിയനും വയലിക്കോടത്തും അവർ റിട്ടയർ ചെയ്ത് മരിക്കാൻ കിടക്കുന്നവരാണ്. ഈ ചെറുപ്പക്കാരച്ചന്മാർ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ ആവർത്തിക്കുക. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനനുസൃതമായിട്ടാണ് എല്ലാ പുനഃസംഘടനകളും നടക്കുക. കൂരിയായുടെ ആണെങ്കിലും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങൾ, കാനോനിക സമിതികളൊക്കെ അങ്ങനെയാണ് നിങ്ങൾ സമ്മതിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ തന്നെ ലംഘിച്ച്, നിങ്ങൾ തന്നെ സമരത്തിന് പോയി, നിങ്ങൾ തന്നെ അതിക്രമിച്ച് കയറി, നിങ്ങൾ തന്നെ എല്ലാം കുളമാക്കുക. ഇതെന്തൊരു മര്യാദയാണ് വിമത വൈദികരെ? എന്തൊരു ഗുണ്ടായുസമാണ് അൽമായ മുന്നേറ്റക്കാരെ? ഇതൊന്നും നടക്കില്ല. കത്തോലിക്ക സഭയിൽ നടക്കില്ല. ഇനി നടക്കില്ല. നിങ്ങൾ എന്തൊക്കെ പിടിവാശി പിടിച്ചാലും നടക്കില്ല. അതിനാൽ പിടിവാശി ഉപേക്ഷിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നല്ല നല്ല മര്യാദക്കാരായി ഏകീകൃത കുർബാന അതിൻ്റെ എല്ലാ അന്തസ്സോടെയും ഭക്തിയോടെയും അതിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തിലും ചൊല്ലുക. അതിനു മുമ്പ് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുക. അങ്ങനെ കുർബാന അർപ്പിക്കുക. അപ്പോൾ ഈ പ്രശ്നം തീരും. അല്ലാതെ പ്രശ്നം തീരില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.